കേരളത്തിൽ നടക്കാതെ ഇരുന്ന നാഷണൽ ഹൈവേ ഞാൻ യാഥാർത്ഥ്യമാക്കി. അത് പറയാം, അത് അച്ചീവ്മെൻ്റാണ്. കാരണം 45 മീറ്ററിൽ ഹൈവേ പണിയാനുള്ള ഡിസിഷൻ, അതുപോലെ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള സത്വരമായ നടപടി, ഇതില്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ ഇപ്പോൾ ഫ്രക്ടിഫൈ ചെയ്യത്തില്ല. പക്ഷേ നാഷണൽ ഹൈവേ കേരള ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല. എന്തുകൊണ്ട്? എന്നാൽ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എന്തു പറഞ്ഞു? നാഷണൽ ഹൈവേയുടെ മുമ്പിൽ സെൽഫി എടുപ്പും പടം പിടുത്തമൊക്കെ ഒരുപാട് നടന്നു. നാഷണൽ ഹൈവേ പ്രേമം. പക്ഷേ പ്രേമം ഒരു ദിവസം രാവിലെ അപ്രത്യക്ഷമായി. എന്തുകൊണ്ട്? 13 നാഷണൽ ഹൈവേ സ്ട്രെച്ച് പൊളിഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി കൺട്രാസ്റ്റ് ചെയ്യണം ചൂരൽമല റീഹാബിലിറ്റേഷനുമായിട്ട്. അവിടെ റീഹാബിലിറ്റേഷനിൽ കേന്ദ്രത്തിന് ഒരു പങ്കുമില്ല, മൊത്തം എൻ്റെ ചുമതലയാണ്. എനിക്ക് സമയബന്ധിതമായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായി. നാഷണൽ ഹൈവേ ആകട്ടെ ഡിസംബർ 2025 കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് സ്ട്രെച്ചുകൾ കേന്ദ്രമന്ത്രിയൊക്കെ വന്ന് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു, ഓൺലൈനായിട്ടോ മറ്റോ ഇനോഗ്രേറ്റ് ചെയ്തു ഇത്രയും സ്ട്രെച്ചുകൾ. അതിൽ നമുക്ക് പങ്കെടുക്കാനും പറ്റില്ല, നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തു അൾട്ടിമേറ്റ്ലി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഞാൻ ചോദിക്കട്ടെ, ഗ്യാസ് പൈപ്പ് ലൈൻ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് മറ്റേ ഗ്യാസ് ലിങ്ക്. അത് പൂർണ്ണമായിട്ടില്ല, പക്ഷേ എന്നാലും റിലയൻസ് ഇന്ത്യൻ ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ കമ്മീഷനിങ് കൊച്ചിയിലേക്കുള്ളത് ഒരു പ്രധാനപ്പെട്ട നേട്ടം. പക്ഷേ അതിൽ കേരള ഗവൺമെൻറ്റിന് ഒരു വാണിജ്യ നേട്ടവുമില്ല. ഇറ്റ് ഈസ് എ കമേർഷ്യൽ പ്രോജക്റ്റ്. പതിവ് പോലെ ലാൻഡ് അക്വിസിഷന് വരുന്ന പൈസ മേടിച്ചെടുത്തേച്ച് നമ്മൾ ആ ലാൻഡ് വിട്ടുകൊടുക്കുക, നമ്മൾ ഇറങ്ങിപ്പോയി കഴിയുക, പദ്ധതി നടത്തുക, എത്രയേ ഉള്ളൂ. അപ്പോൾ അത് എതിർത്തവർക്ക് കുറച്ച് അടിയൊക്കെ കിട്ടി.